ഇന്നലെ ദേവികുളത്തെ CPIM പ്രവർത്തകന്റെ വീട്ടിലെത്തി റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. തലമുറകളായി താമസിച്ചു വരുന്ന ഭൂമി കയ്യേറ്റ ഭൂമിയാണെന്നാരോപിച്ച് സർവേ നടത്താൻ റവന്യൂ ഉദ്യോഗസ്ഥർ ഭീഷണി മുഴക്കിയെന്ന് CPIM ദേവികുളം ലോക്കൽ സെക്രട്ടറിയുടെ പിതാവ് ബേബി റിപ്പോർട്ടറോട് പറഞ്ഞു. ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട് ഏകദേശം 120 വർഷമെങ്കിലും ആയി കാണും. ഇന്ന് രാവിലെ നോക്കുമ്പോഴേ കുറേ പോലീസുകാരും റവന്യൂയിലെ കുറേ ഉദ്യോഗസ്ഥന്മാരും കൂടി വന്നിട്ട് ഇവിടെ ഭീഷണി എന്നുള്ള രീതിക്കാണ് ഇവിടെ കയറി വന്നതും ഇവിടുത്തെ രേഖകൾ നോക്കി എൻ്റെ സ്ഥലം എവിടെ നിന്ന് വന്നതാണ് മറ്റതാണ് മറിച്ചാണെന്നും പറഞ്ഞ് സാധാരണ ഒരു പട്ടിയുടെ രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. കയ്യേറ്റ ഭൂമി എന്നാരോപിച്ച് വീട്ടിൽ കയറി അതിക്രമം കാണിക്കുകയാണെന്നും പ്രതികാര നടപടിയാണ് സബ് കളക്ടർ കാണിക്കുന്നതെന്നും മൂന്നാർ ഏരിയ സെക്രട്ടറി KK വിജയൻ കുറ്റപ്പെടുത്തി. ദേവികുളത്തെ കലാപഭൂമിയാക്കാനാണ് സബ് കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇവിടെ ആളുകൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പട്ടയം കൊടുക്കേണ്ടതായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. തോട്ടം തൊഴിലാളികൾക്ക് 5 സെന്റും 10 സെന്റും സ്ഥലം കൊടുക്കേണ്ടതായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ ഈ പൊളിക്കൽ എന്നുള്ള ഒരു ഒറ്റ അജണ്ട മാത്രം വച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ സബ് കളക്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ഗവൺമെന്റ് സബ് കളക്ടർ പിന്തിരിയണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതേസമയം ഇന്നലെ കളക്ടറുടെ ചേംബറിൽ ചേർന്ന സബ് കളക്ടറുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സുപ്രധാന തീരുമാനങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. മൂന്നാറിൽ നിന്നും ജെൻസണും ബിനീഷിനുമൊപ്പം VS ഹൈദരലി, റിപ്പോർട്ടർ.